السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن دعا إلى دعوته إلى يوم الدين. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയിരുന്നത് അള്ളാഹുവിങ്കലേക്കൊരു യാത്ര പോകാനുള്ള പ്രഥമമായ സ്റ്റേജായിരുന്നു ഒരു പവർഫുള്ളായ മനസ്സ്. വിശുദ്ധ ഖുർആനിൽ ഈ മനസ്സിനെ പരിചയപ്പെടുത്തുന്നത് അൽ ഖൽബു സലീം എന്നാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സന്തതികളും സമ്പത്തും ഉപകരിക്കാത്ത ഒരു നാളിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എല്ലാ അരുതായ്മകളിൽ നിന്നും മുക്തമായ ഒരു ഹൃദയത്തിൻ്റെ വാക്താവിനല്ലാതെ ഈ രണ്ട് വിഷയത്തിലും A+ നേടാൻ കഴിയുകയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ സലീം എന്ന് പറഞ്ഞാൽ എല്ലാ അരുതായ്മകളിൽ നിന്നും മുക്തി നേടിയ മനസ്സ് എന്നാണ്. ചില മനസ്സുകളുടെ ദുർഗുണങ്ങൾ, പെട്ടെന്നുള്ള എടുത്തുചാട്ടം, പെട്ടെന്നുള്ള കോപം, സ്ത്രീകളെ കാണുന്ന സമയത്ത് ക്ഷമിക്കാനുള്ള കഴിവില്ലായ്മ, ഭക്ഷണം കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ആർത്തി, പെട്ടെന്ന് വികാരമുണ്ടാവുക, സ്വേച്ഛാധിപത്യ മനസ്സുണ്ടാവുക, ഞാൻ പറയുന്ന വിഷയങ്ങൾ എല്ലാവരും അംഗീകരിക്കുക, ഞാനാണ് വലിയവൻ എന്നുള്ള ആ ഫറോവയുടെ ധിക്കാരത്തിൻ്റെ ശാഖ ഉണ്ടാവുക, ക്ഷമയില്ലാതിരിക്കുക, മനക്കരുത്തില്ലാതിരിക്കുക, വൈകാരികതയോട് കൂടുതൽ അനുഭാവം പ്രകടിപ്പിക്കുക, നെഗറ്റീവായ ചിന്തകൾ, എവിടെ പോയാലും അയാൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. നമ്മുടെ പഴയ ഭാഷയിൽ തുള അന്വേഷിച്ച് നടക്കുക എന്ന് പറയും. ആരെ എപ്പോൾ എവിടെ കണ്ടാലും നെഗറ്റീവായ മനസ്സ്. ഒരാളൊരു കാറ് വാങ്ങിയാൽ അയാൾ വലിയ കാറ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പരിഹസിക്കുന്ന ഒരു മനസ്കഥ. ഈ വിഭാഗം ഒരു ലോകത്തും വിജയിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പണ്ഡിതനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മുതലാളിയെ കാണുമ്പോൾ വലിയ വാച്ചൊക്കെ കിട്ടി, വലിയ കിബറ് എന്ന് ഇവനങ്ങ് സ്വയം തീരുമാനിക്കുന്ന മനസ്സിൻ്റെ ഓണർ. അതാണ് നെഗറ്റീവായി ചിന്തിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ തെറ്റിദ്ധാരണ, എല്ലാ സ്ഥലങ്ങളിലും ഇയാൾക്ക് വലിയ തെറ്റിദ്ധാരണകളെയാണ്. ഭാര്യയെ കാണുന്ന സമയത്ത് അയാൾക്ക് വലിയ ഡൗട്ട് തോന്നുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അരുതായ്മകളിൽ നിന്നും മുക്തി നേടിയ നല്ല ഒരു മനസ്സാണ് അൽ ഖൽബു സലീം എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദുർഗുണങ്ങളുടെ വിശാലമായ പട്ടികയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യൻ്റെ മനസ്സ് ദുർബലമാണ്. മനുഷ്യൻ ദുർബലനാണ്. നല്ല നിസ്കരിക്കുന്നവനാണെങ്കിൽ പോലും പലപ്പോഴും ഈ ദൗർബല്യത അവനെ പിടികൂടുകയാണ്. എല്ലാ സമയത്തും ദിക്ർ ദുആയുമായി നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല മാർക്കറ്റുള്ള ഒരു സ്ത്രീയുടെ വിവിധ
സൈറ്റുകൾ കാണുന്ന സമയത്ത് പതറിപ്പോവുക, അതൊരു ളുഴ്ഫാൻ. ഖുലിഖൽ ഇൻസാനു ലഈഫ. മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ. ഭയങ്കര ധൃതിയുള്ളവനാണ് മനുഷ്യൻ, ക്ഷമിക്കാനുള്ള കഴിവില്ല. മാഷാ അല്ലാഹ്, ഭക്ഷണം കാണുന്ന സമയത്ത്, കല്യാണ സദ്യയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യൻ കാണിക്കുന്ന ധൃതി, ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞ് വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണപ്പൊതിക്ക് ക്യൂ നിൽക്കുന്ന സമയത്ത് മനുഷ്യനുണ്ടാകുന്ന ധൃതി, ഒരു പൊതി ഭക്ഷണം കൈവശപ്പെടുത്തി രണ്ടാമത് കൈവശപ്പെടുത്താനുള്ള മനുഷ്യന്റെ ധൃതി. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂവ. ഇത്തരം പ്രതിഭാസങ്ങളിൽ നിന്ന് ആരാധനകൾ മനുഷ്യനെ മാറ്റി നിർത്തുന്നില്ലെങ്കിൽ ആരാധനക്ക് എവിടെയോ ഫാൾട്ട് വന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ മസ്സഹു ശർറു ജസൂഅ. ജീവിതത്തിൻ്റെ വിശാലമായ ഓട്ടത്തിൽ വല്ല വിഷമങ്ങളുമുണ്ടായാൽ അവൻ പൊറുതികേട് കാണിക്കും. എല്ലാ ആഴ്ചയും നല്ല ലാഭം കിട്ടിയ മനുഷ്യൻ ഒരാഴ്ച ലാഭം അല്പം കുറഞ്ഞു പോയാൽ അവൻ പറയാത്ത വാക്കുകളില്ല. അവൻ്റെ ശാപപ്രാർത്ഥനയിൽ ഉൾക്കൊള്ളാത്തവർ ഉണ്ടാവുകയില്ല. വഇദാ മസ്സഹു ശർറു ജസൂഅ. പൊറുതികേട് കാണിക്കുക. 50 വർഷക്കാലം സുന്ദരമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകി, ഒരു രോഗം പോലും അവന് നൽകിയിട്ടില്ല. 51-ാമത്തെ വയസ്സിൽ ചെറിയൊരു തലവേദന അള്ളാഹു നൽകിയാൽ നാശം, ഹലാക്ക്, ശാപം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കൊടുത്ത ഈ രോഗത്തെ ശപിക്കുക യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ശപിക്കലാണ്. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അള്ളാഹു മനുഷ്യനുക്ക് എമ്പാടും അനുഗ്രഹങ്ങൾ നൽകിയാൽ അവൻ വലിയ ശബ്ദത്തോടെ വിളിച്ചു പറയും, റബ്ബി അക്രമൻ. വലിയ അനുഗ്രഹമാണ് എൻ്റെ നാഥൻ എനിക്ക് ചെയ്തത്. ആ കാണുന്ന ഫ്ലാറ്റ് എൻ്റെതാണ്, ആ കാണുന്ന വാഹനം എൻ്റെതാണ്, ആ കാണുന്നതെല്ലാം എൻ്റെതാണ്, അള്ളാഹു വലിയ നിഅമത്താണ് എനിക്ക് തന്നത് എന്ന് പറയുന്നവൻ. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ജീവിതത്തിൻ്റെ വിശാലമായ ഓട്ടത്തിൽ വല്ല പ്രയാസങ്ങളും അള്ളാഹു അവനിക്ക് നൽകിയാൽ അവൻ പറയും, റബ്ബി അഹാനൻ. എൻ്റെ റബ്ബ് എന്നെ കൈവടിഞ്ഞു, എൻ്റെ പടച്ച തമ്പുരാൻ എന്നെ നിസ്സാരപ്പെടുത്തി. എന്തൊരു റബ്ബാണിത് എന്ന് പറഞ്ഞുകൊണ്ട് 50 വർഷക്കാലത്തെ അനന്തമായ അനുഗ്രഹത്തിൻ്റെ ഒരു ലാഞ്ചന പോലും, ഒരു നന്ദി പോലും കാണിക്കാതെ എല്ലാം ശാപക്കൊട്ടയിലേക്ക് തള്ളിവിടുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ഖുലിഖൽ ഇൻസാനു ലഈഫ. ദൗർബല്യത പിടികൂടിയ മനസ്സിന്റെ വാക്താവ്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. ആർത്തി കാണിക്കുന്ന, ധൃതി കാണിക്കുന്ന, ക്ഷമയില്ലായ്മയുടെ ഓണറായ മനുഷ്യൻ. വഇദാ മസ്സഹു ശർറു ജസൂഅ. വല്ല നാശവും വല്ല രോഗവും വല്ല പ്രയാസവും അവനിക്കുണ്ടായാൽ ഇതുവരെ നൽകിയതിന് ലഭിച്ചതിനൊരറിയും കാണിക്കാതെ പൊറുതികേട് കാണിക്കുന്നവൻ, ശാപപ്രാർത്ഥന നടത്തുന്നവൻ, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇത്തരത്തിലുള്ള ഹൃദയവുമായി യാത്ര തിരിച്ചാൽ എങ്ങനെയുണ്ടാകും സുഹൃത്തുക്കളെ? പെട്രോൾ ടാങ്കിന് വലിയൊരു ഹോൾസ് ഉണ്ട്, നിറയെ പെട്രോൾ ഒഴിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി കുറെ ഓടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? പവറുള്ള നല്ല പ്യുവർ പെട്രോൾ അല്ലാത്ത മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ചുകൊണ്ട് വണ്ടി ഓട്ടിയാൽ, ലോങ് പോയാൽ എങ്ങനെയായിരിക്കും സുഹൃത്തുക്കളെ? കയ്യിൽ കാശില്ലെങ്കിൽ പ്രത്യേകിച്ചു. ബ്രേക്കില്ലാത്തൊരു വണ്ടിയിൽ കയറി ലോങ് പോയാൽ എങ്ങനെയുണ്ടായിരിക്കും സുഹൃത്തുക്കളെ, കൂട്ടുകാരെ? ഇതേ പ്രകാരത്തിൽ
വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ഈ മനസ്സിൻ്റെ ആ മനസ്സാകുന്ന വണ്ടിയുമായി സിട്ടാവിലേക്ക് യാത്ര തിരിച്ചാൽ വഴിയിൽ വെച്ച് ശത്രുക്കൾ പിടികൂടും. ഇബ്ലീസ് അവനെ പിടികൂടും. ഇബ്ലീസിനെ കണ്ടാൽ അവൻ ധരിക്കും, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വസ്തു ഇത് തന്നെയാണ്. ഒരുപാട് നല്ല ഉപദേശങ്ങൾ അവനിക്ക് നൽകുകയാണ്. ഇമാം ഷാഫിയുടെ കോലത്തിൽ, ഗസാലിയുടെ കോലത്തിൽ, ഷെയ്ഖ് ജീലാനിയുടെ കോലത്തിലെല്ലാം രൂപാന്തരപ്പെടുകയാണ് പിശാച്. അപ്പോഴെല്ലാം ഈ ഡാമേജായ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവൻ മനസ്സിലാക്കുന്നു, ഇത് അള്ളാഹു തന്നെയാണ്, ഇത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാരിപ്പുണർന്നുകൊണ്ട് അവനും അവൻ്റെ കൂടെയുള്ള ആളുകളും നാടും ദീനുമെല്ലാം ആധുനിക നവ ആത്മീയതയുടെ റുവാദിങ്ങൾ, ഓണർമാർ നമുക്കിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എവിടെ നിന്നാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്? സലീമായ ഹൃദയം സമ്പാദിക്കാതെ യാത്ര ചെയ്തവൻ, പൊറുതികേട് കാണിക്കുന്നവൻ, ആ മനസ്സോടുകൂടി യാത്ര ചെയ്യുന്നവൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ല നന്മയും അള്ളാഹു എനിക്ക് നൽകിയാൽ പിന്നെ ഒരു കാശ് പോലും സദഖ ചെയ്യാൻ താല്പര്യമില്ലാത്തവൻ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദെ ഞാൻ ഗൾഫിൽ പോവുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുക, എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലി കിട്ടിയാൽ എൻ്റെ എല്ലാ മാസത്തിലുള്ള ശമ്പളത്തിൽ നിന്നൊരു നല്ല തുക ഞാൻ നിങ്ങളെ മദ്രസക്ക് തരാം. അങ്ങനെ ഈ ഒരു വലിയ ഓഫർ കാരണം ഉസ്താദ് എല്ലാ സദസ്സിൽ നിന്നും പ്രാർത്ഥന നടത്തി, അദ്ദേഹം ഉദ്ദേശിച്ച ജോലിയും കിട്ടി. പിന്നെ അദ്ദേഹം ഇതുവഴി വന്നതായി ഇതേവരെ കണ്ടിട്ടില്ല. ഖൈറായ കാര്യം അവനിക്കുണ്ടായാൽ അവൻ പിന്നെ ഒരറിയും കാണിക്കാതെ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യൻ. ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ നവയാത്രക്കാരുടെ മനസ്സ്. ഇവിടെയാണ് അൽ ഖൽബു സലീം, ഈ പറയപ്പെട്ട എല്ലാ അരുതായ്മകളിൽ നിന്നും മുക്തി നേടിയ മനസ്സ്. പരിശുദ്ധ ഖുർആൻ നിരവധി ഹൃദയത്തിൻ്റെ ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് അൽ ഖൽബുൽ മയ്യിത്തു, എല്ലാ അർത്ഥത്തിലും ആത്മീയത ചത്തുപോയ മനസ്സ്. ആ മനസ്സിലേക്ക് ഒരു മരുന്നും പിടിക്കാത്ത അവസ്ഥയാണ്. രോഗിയായ മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങളും അറ്റാൽ നിശ്ചലമായി പോയാൽ ഡോക്ടർമാർ പറയും, മരുന്ന് കയറുന്നില്ല, പിടിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ദൈവത്തോട് പറഞ്ഞോളൂ. ഈ ഒരവസ്ഥയിലെത്തിയാൽ പിന്നെ ഖബർ കുഴിച്ച് കാത്തു നിൽക്കലല്ലാതെ വേറെ വഴിയില്ല. ഇതേ പ്രകാരത്തിൽ ആത്മീയത ചത്തുപോയ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് ഒരു ഉപദേശവും ഫലിക്കയില്ല. അതേപോലെ തന്നെ അൽ ഖൽബുൽ ഗുൽഫ്, മൂടപ്പെട്ട ഹൃദയം. ഖാലു ഖുലൂബുനാ ഗുൽഫുൻ, നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങളെ ഹൃദയം മൂടികൊണ്ട് അടക്കപ്പെട്ടതാണെന്ന് പറയുന്ന വിഭാഗം പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വേറൊന്നാണ് അകിന്നത്ത്, പെട്ടിയിലാക്കി അടക്കപ്പെട്ട മനസ്സ്. വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദഊനാ ഇലൈഹി, പ്രവാചകന്മാരുടെ മെസ്സേജ് അവരിലേക്ക് എത്തിക്കുമ്പോൾ അവർ പറയുന്ന പ്രതികരണമാണ്, ഖുലൂബുനാ ഫീ അകിന്നത്തിൻ, ഞങ്ങളെ ഹൃദയം ഒരു പെട്ടിക്കകത്താണ്, നിന്റെ ഉപദേശമൊന്നും കേൾക്കാൻ അതിനക്ക് കഴിയുകയില്ല. വേറൊരു ഹൃദയമാണ് തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അരുതായ്മകൾ വർദ്ധിക്കുമ്പോൾ സിട്ടാവിൻ്റെ സീൽ വീണ ഹൃദയം. വേറൊരു ഹൃദയമാണ് അൽ ഖൽബുൽ മരീൽ, രോഗിയായ ഹൃദയം. കിബർ, ഹസദ്, റിയാ, പക, പോര്, അസൂയ തുടങ്ങിയിട്ടുള്ള ചവറ്റുകൊട്ടയിൽ എറിയപ്പെടേണ്ട എല്ലാ സൈഡ് എഫക്റ്റും പേറിക്കൊണ്ട് നടക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിന് ഈമാനൊക്കെയുണ്ട്, പക്ഷേ രോഗം കാരണം ഒരിക്കൽ പോലും നല്ലൊരു സമാധാനം ലഭിക്കാത്ത മനസ്സ്. വേറൊരു ഹൃദയമാണ് അൽ ഖൽബുൽ മുതഖല്ലിബ്, വിശ്വാസമൊക്കെയുണ്ട്, പക്ഷേ വൈകാരികതയുടെ അതിപ്രസരം കാരണം
രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഹൃദയം. ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് നല്ല നല്ല ബിരിയാണിയുടെ അരി കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നവർ, വിശുദ്ധ റമദാനിൽ റിലീഫിന്റെ തോതനുസരിച്ച് ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊടുക്കുന്നവർ, ഖൽബുൽ മുതഖല്ലി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈമാനൊക്കെയുണ്ട്, പക്ഷേ സാഹചര്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഹൃദയം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൽബുൽ മുഅ്മിനി അശദ്ദു മിനൽ ഖിദരി. നല്ല എണ്ണ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ അടിവശത്ത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടി, ആ ചട്ടിയിൽ എണ്ണ എപ്രകാരമാണോ പതക്കുന്നത് അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതച്ചുകൊണ്ടിരിക്കും മനുഷ്യന്റെ ഹൃദയം. നബിയുനാ റസൂലുള്ളാഹി. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഹൃദയത്തിന്റെ അധിപനായ, അതിനെ നിയന്ത്രിക്കുന്ന തമ്പുരാനെ ഞങ്ങളെ ഹൃദയം ഉറപ്പിച്ചു നിർത്തണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ഹൃദയങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ ഹൃദയങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടിയ മനസ്സാണ് അൽ ഖൽബു സലീം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ പറയപ്പെട്ട എല്ലാ അരുതായ്മകളിൽ നിന്നും A+ നേടി വിജയിച്ച ഹൃദയം, ആ ഹൃദയത്തെ സമ്പാദിച്ചുകൊണ്ടുള്ള സിട്ടാവിലേക്കുള്ള യാത്ര, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാം ആ യാത്ര പുറപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു പവർഫുള്ളായ മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.